സുഹൃത്തുക്കളെ നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് അതിനൊരു കോടതി ഒരു തീരുമാനം എത്തിയിരിക്കുകയാണ്. വളരെ എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ളൊരു തീരുമാനമാണ്. കോടതി അതിൻ്റെ തീരുമാനത്തിലെത്താൻ കാരണം ആ കുട്ടിയുടെ പിതാവ് തന്നെ പറഞ്ഞു, എനിക്ക് ആ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ താല്പര്യമില്ല, ഞാൻ അവിടുത്തെ ടി സി മേടിച്ചുകൊണ്ട് പൊക്കോളാമെന്ന്. അപ്പം കോടതി തന്നെ പറഞ്ഞു. അങ്ങനെ ആകുമ്പോഴത്തേന് പ്രശ്നം അവിടെ അവസാനിച്ചല്ലോ. പിന്നെ ഇനിയും അതിന് പോകണ്ട. അപ്പം അതിനെതിരിക്കേണ്ട ഒരു പാർട്ടി ഗവൺമെൻറ്റായിരുന്നു. ഗവൺമെൻറ് ഇത് കക്ഷിയായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് അത് നടപ്പാക്കണമെന്നുണ്ടായിരുന്നു. അത് പറ്റത്തില്ല, ഇവിടെ തന്നെ പഠിപ്പിക്കണം, കൊണ്ടുപോകേണ്ട. അവർ വാദിച്ചില്ല. അവർ ഇതിനായിട്ട് സമ്മതം മൂടി. അപ്പോൾ ഇതിനകത്ത് ഒറ്റ നിലപാടെടുത്തത് സെൻറ്റ് റീത്ത സ്കൂളുകാർ തന്നെയാണ്. അവരാദ്യം തൊട്ട് തന്നെ ഒരു നിലപാടിൽ ഉറച്ചു നിന്നു. ഇവിടെ പഠിക്കണമെങ്കിൽ ഇവിടുത്തെ യൂണിഫോം അല്ലെങ്കിൽ ഇവിടുത്തെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് പഠിക്കണം എന്നായിരുന്നു അവരുടെ നിലപാട്. അപ്പോൾ അത് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ഈ കുട്ടി അവിടെ ചേർന്ന് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നവുമായിട്ട് വന്നത്. അപ്പോൾ ആദ്യം ഈ കുട്ടിയുടെ പിതാവ് ഇതിനെതിരായിട്ട് ഒരു നിലപാടെടുത്തെങ്കിലും പിന്നെ അതിനനുകൂലിച്ചു. നിലപാടെടുത്ത് ശരി, ഞാൻ അവിടുന്ന് മാറിക്കോളാം, കുട്ടിയെ മാറ്റിക്കോളാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് നമ്മുടെ ശിവനെന്ന പേരും പുള്ളിയുടെ കുട്ടിയുമാണ്. എന്നുവെച്ചാൽ കുട്ടിയുടെ ബുദ്ധിയെ പുള്ളിക്കുള്ളൂ. കുട്ടിക്കൊക്കെ വലിയ ബുദ്ധിയാണ്. ഞാൻ കുട്ടികളെ അവമാനിക്കുകയല്ല. ഈ ശിവൻകുട്ടി എന്ന് പറയുന്നത് വെറും ഒരു കുട്ടിയാണ്. അത്ര ബുദ്ധിപരമായിട്ടൊരു വികസനം ഇല്ലാത്ത ആൾ. അദ്ദേഹമാണ് ഇതെല്ലാം നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയത്. അദ്ദേഹം ഈ സ്കൂളിലോട്ട്, ഇതൊരു CBSE സ്കൂളാണ്, സെൻട്രൽ ഗവൺമെൻറ് അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്, പ്രൈവറ്റ് സ്കൂളാണ്. അവിടെ കേരള ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഓഫീസർമാരൊന്നും പോയി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം അവരെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ ഈ കുട്ടിയെ ഇവിടെ തന്നെ പഠിപ്പിക്കണം, ഇവർക്ക് നടത്താനുള്ള ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഒരു പ്രസ്താവനയും പിന്നെ പല 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 തീരുമാനങ്ങളൊക്കെ എടുത്തു. അതോടുകൂടിയാണ് ഇത് പിന്നെയും അപ്പോഴത്തേന് ആ കുട്ടിയുടെ പിതാവ് പ്ലേറ്റ് മാറ്റി ഇവിടെ തന്നെ പഠിപ്പിക്കണമെന്നുള്ള ഇതാക്കി. ഒടുവിൽ ഏതായാലും ഞാൻ രക്തചുരുക്കം പറയാം, ഒടുവിൽ ഈ സർക്കാരും തോറ്റു. ഈ കുട്ടിയുടെ പിതാവ് തോറ്റെന്ന് പറഞ്ഞില്ല, അവർക്ക് ഇഷ്ടമുള്ളിടത്തോണ്ട് മാറ്റി. പക്ഷേ ഈ സർക്കാർ ഒരു നിലപാടില്ലാത്ത സർക്കാർ ആയിരുന്നു നമ്മുടെ ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ സർക്കാർ. റീത്ത സ്കൂളുകാർ ജയിച്ചു. അവരൊരു നിലപാടിൽ ഉറച്ചു നിന്നു. അതിനകത്ത് ഉറച്ചു നിന്ന് അവർ വിജയിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.